ഇപ്പോൾ ധാരാളം വീഡിയോകൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിനെ പറ്റിയിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പല വീഡിയോകളും അർദ്ധസത്യങ്ങളോ അസത്യങ്ങളോ ആണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് SWP ചെയ്ത് കാലാകാലം വലിയ റിട്ടേൺ നേടാം എന്നുള്ളത് ഒരു പൂർണ്ണമായിട്ടും സത്യമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ SWP രീതി മുഴുവനായിട്ടും അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ഗോളും അച്ചീവ് ചെയ്യാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. ആ കാര്യമാണ് ഇന്ന് പറയുന്നത്. നമുക്ക് ഒരു പ്രധാനപ്പെട്ട വരുമാനം ഇല്ലാതാവുക, അതായത് ശമ്പളമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഇൻകം ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മളുടെ ഓൾറെഡി ഉള്ള ഇൻകത്തിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാവണം എന്നുള്ള ആളുകൾക്ക് പലരും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SWPകളാണ്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് പദ്ധതിയിൽ ഒരു വലിയൊരു കോർപ്പസ് നിക്ഷേപിക്കുകയും അല്ലെങ്കിൽ ഒരു വലിയ കോർപ്പസ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തുടർച്ചയായിട്ട് ഓരോ മാസത്തിൻ്റെയും ഒരു പ്രത്യേക ദിവസം പണം പിൻവലിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഈ SWPയുടെ രീതി എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കാം. പക്ഷേ ഈ SWP എല്ലാ സമയത്തും വളരെ വലിയ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കണമെന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ SWP ചെയ്യുന്ന ഫണ്ട് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു റിട്ടേൺ തുടർച്ചയായി തരണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ടുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലാഭനഷ്ട സാധ്യതകൾ, വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾ വിധേയമായതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന റിട്ടേൺ എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആവറേജ് ഒരു 5% നേട്ടം മാത്രമാണ്, നമ്മൾ വിഡ്രോ ചെയ്യുന്ന 6% എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മുതലിൽ നിന്നായിരിക്കും അത് കുറയുക, അല്ലെ? നമ്മൾ 1 ലക്ഷം രൂപയുണ്ട് നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ 1 ലക്ഷം രൂപ ഒരു മാസത്തിന് ശേഷം 1,10,000 ആയി. പക്ഷേ നമ്മൾ വിഡ്രോ ചെയ്യുന്നത് 12,000 ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒന്നാമത്തെ മാസത്തിന്റെ അവസാനമുള്ള തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 98,000 രൂപയായിട്ട് കുറഞ്ഞു. അതായത് നമ്മുടെ മുതലിൽ നിന്ന് അത് കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ മുതലിൽ നിന്ന് തുടർച്ചയായി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മളുടെ മുതൽ അവസാനിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ SWP ചെയ്യുമ്പോൾ ഉടനെ അങ്ങ് SWP സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിന് പകരമായിട്ട് SWP ഇട്ടിട്ടുള്ള ഫണ്ടിനെ ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തതിന് ശേഷം മാത്രം SWP ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് അതിന് ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അതിൽ വരികയും നമ്മൾ കൂടിയ ഒരു സമയത്തേക്ക് ഉദ്ദേശിച്ചിട്ടുള്ള ആ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം വരെ ലഭിക്കാതിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. പരമാവധി നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് പണം പിൻവലിക്കുന്ന ഡിലേ ചെയ്യിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ 1 ലക്ഷം രൂപ ഇട്ടിട്ട് ഒരു വർഷത്തിന് ശേഷം അത് 1,50,000 രൂപയായി മാറിയിട്ട് നമ്മൾ പിൻവലിക്കൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ആ 50,000-ൽ നിന്നായിരിക്കും നമ്മളുടെ പിൻവലിക്കൽ നടക്കുക. നമ്മളുടെ മുതലിനെ തൊടാനുള്ള സാധ്യതകൾ കുറവാണല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിലേ ചെയ്യാനായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ പ്രിൻസിപ്പല് ഡിപ്ലീറ്റ് ആയി അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിന് പകരമായിട്ട് ഞാൻ നമ്മളുടെ ആളുകൾക്ക് ഫോളോ ചെയ്ത് ചെയ്യാനായിട്ട് പറയാറുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ബക്കറ്റ് സ്ട്രാറ്റജിയാണ്. അതായത് 2-3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അസറ്റുകളിൽ നിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ പണം പിൻവലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഫണ്ടിൽ നിന്ന് SWP ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാലം നമുക്ക് നേട്ടം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത്തരം പ്ലാനുകളെ പറ്റി അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും അഭ്യർത്ഥിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 വീഡിയോകളാണ് ഇവിടെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട്